സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മൊയ്ലിയാർ കുട്ടികളെ വെല്ലുവിളിച്ചിരുന്നു. ഒരു മൊയ്ലിയാർ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ വിധി എന്താണെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടോക്കി. 587 വഫാത്തായ അലാഉദ്ദീൻ ഖസാനി അവിടുന്ന് പറയാൻ സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്തിനോ പെരുന്നാൾ നിസ്കാരങ്ങൾക്കോ പോകാൻ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നതിൽ പണ്ഡിതന്മാരുടെ ഇജ്മാ ഉണ്ട്. അങ്ങനെ പോകൽ ഹറാമാണ്. ഇതേ അഭിപ്രായം പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. അലാഉദ്ദീൻ ഖസാനി എന്നുള്ളത് ഹനഫി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ഒരു പണ്ഡിതൻ, അത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു എന്നതുകൊണ്ട് അക്കാര്യം ദീന് തെളിവാവുകയില്ല. അല്ല, നിങ്ങൾ ഷാഫി മദ്ഹബുകാരാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരല്ലേ? നിങ്ങൾ ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ഒഴിവാക്കിയിട്ട് ഹനഫി മദ്ഹബിലേക്ക് ചാടിയ അതെന്തേലും ആകട്ടെ. അപ്പൊ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ഹറാമാണ് എന്നാണ് മറുപടി പറഞ്ഞിട്ടുള്ളത്. എങ്കിലും നിങ്ങളോട് എനിക്ക് 4 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബികളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം നൽകണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് സുഹാബികളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബി വനിതകളെ ഹറാമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ അനുവദിച്ചോ? രണ്ടാമത്തെ ചോദ്യം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ അനുവാദം നൽകിയത് കൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരടക്കമുള്ള സുഹാബി വനിതകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചതിന്റെ തെളിവാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം വനിതകളിൽ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള സുഹാബി വനിതകൾ പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു. അപ്പോൾ അവർ ജീവിതകാലത്ത് ചെയ്തതൊക്കെ ഹറാമായിട്ടുള്ള കാര്യമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ സമസ്തക്കാർ ഫോളോ ചെയ്യുന്നത് ഷാഫി മദ്ഹബാണ്. രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞു, ഒരു സ്ത്രീ ജുമാ നിസ്കാരത്തിന് പള്ളിയിൽ പോകാൻ ഉദ്ദേശിച്ചാൽ മറ്റുള്ള നിസ്കാരങ്ങൾക്ക് പോകുന്നത് പോലെ തന്നെയാണ് പോകേണ്ടത് എന്ന് രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇമാം നവവി റഹിമഹുള്ള ആളുകളെ ഹറാമ് ചെയ്യാൻ വേണ്ടി അനുവദിച്ചോ? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ചോദ്യം, അലാഉദ്ദീൻ ഖസാനിയൊക്കെ സ്ത്രീകൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഫിത്തിന ഭയപ്പെടുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്റെ ചോദ്യം എന്നുള്ളത്, സ്ത്രീകൾ നേർച്ചപ്പൂരത്തിന് പോകുന്നതിന്റെ വിധി എന്താണ്? ദർഗകളിലും കെട്ടിപ്പൊക്കിയ ജാറങ്ങളിലൊക്കെ പോകുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ്? മറുപടി പറയണം. നിങ്ങളുടെ എല്ലാ ഉടായ്പ വാദങ്ങളും പൊളിച്ച് കൈത്തരുന്നതായിരിക്കും. നിങ്ങൾക്ക് മാത്രമല്ല, ഇതാ ഈ കാണുന്നവർക്കൊക്കെ അവസരമുണ്ട്. നിങ്ങൾ ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയണം. ഞാൻ വെല്ലുവിളിക്കാണ്.